വിലാപത്തോടെ നാട് യാത്രയാക്കുന്നു. സുഗമമായ പൊതുദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുന്നവരെ നിയന്ത്രിച്ച് കൃത്യമായ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നുമുണ്ട്. വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ശ്രീ കെ അഭിലാൽ തുടരുന്നുണ്ട്. അവിടെ നിന്നും അഭിലാൽ, പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? നിരവധി പേര് അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളിൽ കാണാം. സ്കൂളിനകം, വിവേകാനന്ദ സ്കൂളിനകത്ത് തിങ്ങി ഞെരുങ്ങി ജനമുണ്ട്. പുറത്തും അതുപോലെ തന്നെയാണോ? ഓണക്കാലത്ത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിനായി എത്തുമെന്ന് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അറിയിച്ച ശേഷം മടങ്ങിയ രഞ്ജിത 12-ാം നാളിൽ ജീവൻ അറ്റ ശരീരമായി നാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ നടുക്കവും വിങ്ങലുമൊക്കെ നാടിനാകെയുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ, ബന്ധുജനങ്ങൾ, സഹപാഠികളായിരുന്ന ആളുകൾക്കൊക്കെ തന്നെ ആ വേദന ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അവരുടെ വിങ്ങലുകളൊക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിദേശത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ വിമാനാപകടമുണ്ടാവുകയും അതിൽ രഞ്ജിതയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മൃതശരീരം തിരിച്ചറിയപ്പെടുന്നത്. അമ്മയുടെയും സഹോദരൻ്റെയും DNA സാമ്പിളുകൾ ഇതിനായി ശേഖരിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആശ്വാസവാർത്ത തേടിയെത്തിയത്. ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ആശ്വാസവാക്ക് എന്നുള്ളത് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ പോലും മരിച്ച ആളുടെ മൃതശരീരം തിരിച്ചറിയപ്പെടുക, നാട്ടിലേക്ക് എത്തുക, നാട്ടിൽ വീടിൻ്റെ പരിസരത്ത് തന്നെ അടക്കം ചെയ്യപ്പെടുക എന്നുള്ളത് ബന്ധുക്കളുടെയും ഒക്കെ തന്നെ ഒരു ആഗ്രഹമാണ്. അതിലേക്ക് കാര്യങ്ങൾ എടുത്തത് ഇന്നലെ ഉച്ചയ്ക്കോടുകൂടിയാണ്. 1 മണിയോട് ഒരു നാടിന്റെ കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ് രഞ്ജിത. വിശദവിവരങ്ങൾ നൽകുന്നത് സി കെ അഭിലാലാണ്. അഭിലാൽ, ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ടോ? തൊട്ടടുത്ത് കസേരകളിൽ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നു ദൃശ്യങ്ങളിൽ. ആരൊക്കെയാണ് ബന്ധുക്കളായി സ്ഥലത്തുള്ളത്? മാത്രമല്ല, സ്ഥലത്ത് പൊതുപ്രവർത്തകർ അടങ്ങിയവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടോ? പഠിക്കുന്ന കാലയളവ് മുതൽ സഹപാഠികൾക്ക്, അതോടൊപ്പം തന്നെ അധ്യാപകരായിട്ടുള്ള ആളുകൾക്ക്, നാട്ടുകാർക്കൊക്കെ തന്നെ സുപരിചിതയായ ആളായിരുന്നു രഞ്ജിത. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ ഒരു വേർപാട് എന്നുള്ളത് അവർക്കൊക്കെ താങ്ങാവുന്നതിലും അപ്പുറത്തേക്കാണ്. മൃതശരീരം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും എത്തിച്ചേരുന്നതിലധികം പേരും നാട്ടുകാരും പ്രദേശത്ത് നിന്നുള്ള ജനപ്രതിനിധികളും ഒക്കെ തന്നെയാണ്. സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി VN വാസവൻ ഇവിടെ എത്തി ഔദ്യോഗികമായി സർക്കാരിൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. അത് 2 മണിക്ക് മുൻപായി തന്നെ ഉണ്ടാകുമോ എന്നതിൽ ഈ സമയത്ത് നമുക്ക് ഉറപ്പ് പറയാനാകുകയില്ല. ഒരുപക്ഷെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും വീട്ടിലെ ചടങ്ങുകൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ NSS കരയോഗം പ്രതിനിധികൾക്കും മാത്രമായി പരിഗണപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ബന്ധുക്കൾ പങ്കുവച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ 2 പേരടക്കം ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ കൂടി ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് അവരെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുണ്ട്. സമീപവാസികളായി ഈ കുടുംബവുമായി ഏറ്റവും അടുത്ത് ഇടപഴകി വന്ന ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരമാവധി ആളുകൾ ഇവിടെ എത്തി മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഏറെക്കുറെ 4 മണിക്കൂർ സമയം ഇതിനായി നീക്കിവെച്ചിട്ടുള്ളതും. തുടർന്നുള്ളത് ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് രഞ്ജിതയുടെ വീട്. ആ കുടുംബ വീടിനോട് ചേർന്ന് തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന പുതിയ വീടും ഉള്ളത്. അതിന്റെ പരിസരത്ത് തന്നെയാണ് ചിതയൊരുക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളതും. ഏറെക്കാലത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഗുജറാത്തിൽ ആണ് നേഴ്സായി ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ഖത്തറിൽ ജോലി ലഭിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മസ്കറ്റിലേക്ക് ജോലി മാറിയതോടുകൂടി കുറച്ചുകൂടി മെച്ചപ്പെട്ട ശമ്പളവും വരുമാനവും ഒക്കെ ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ തന്നെ വീട് വെക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറെക്കുറെ 8 വർഷങ്ങൾക്ക് ശേഷം ആണ് മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണം കൂടി ഫലപ്രാപ്തിയിലെത്തിയത്. അങ്ങനെ UK-യിൽ ഏറെക്കുറെ 1 വർഷത്തിനടുത്ത് മുമ്പാണ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത്. അതിനിടെ പലകുറി നാട്ടിൽ വന്നപ്പോഴൊക്കെ തന്നെ ബന്ധുജനങ്ങളെയും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ ചിലരുമായി യാത്ര പോവുക എന്നുള്ളതും ഈ നാട്ടിലേക്കുള്ള വരവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു സന്ദർഭമായി കൂടി പല ഘട്ടത്തിലും വന്നു ചേരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ രഞ്ജിത
രണ്ട് മക്കളുടെയും പ്രൊഫൈൽ പേരിൽ തുടങ്ങിയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിലും പങ്കുവച്ചിരുന്നു. അങ്ങനെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പലപ്പോഴും ഈ അപകടത്തിന് ശേഷം വാർത്താ മാധ്യമങ്ങളിൽ ആ ചിത്രങ്ങളാണ് കൂടുതലും രഞ്ജിതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാഗവാക്കായി മാറിയിട്ടുള്ളത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മയും രണ്ട് മക്കളുമാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. അച്ഛൻ വളരെ നേരത്തെ മരിച്ചുപോയതാണ്. രതീഷും രഞ്ജിത്തും രണ്ട് സഹോദരങ്ങളുണ്ട്. അതിൽ രഞ്ജിത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നു. ഒപ്പം തന്നെ കുടുംബവുമായി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഇളയ സഹോദരൻ രതീഷ്. ചുരുക്കത്തിൽ അമ്മയും രണ്ട് മക്കളും ഉള്ള കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു രഞ്ജിത എന്നുള്ളതാണ്. വിവാഹമോചിതയായ രഞ്ജിത സ്വയപ്രയത്നത്താൽ വിദേശത്ത് ജോലി ലഭ്യമാവുകയും ഇതിനിടയിൽ നാട്ടിൽ തന്നെ ജോലി തുടരാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ ജോലി അവർക്ക് ലഭ്യമാവുന്ന തരത്തിൽ കാര്യങ്ങൾ സമാധാനത്തോടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ യാത്രകളും ഓട്ടങ്ങളും ഒക്കെ. അതിനൊടുവിൽ പക്ഷേ ചേതനയേറ്റ ആ വീട്ടിലേക്ക് കടന്നു വരേണ്ട ഗതികേട്, ദുരന്തമാണ് രഞ്ജിതയ്ക്കുണ്ടായിരിക്കുന്നത്.